എന്റെ പൊന്നെ, നീ ഇത് എങ്ങോട്ടാ നിന്റെ ഈ പോക്ക്? നിന്നെ ഒന്ന് പിടിച്ചു കെട്ടാൻ പോലും പറ്റാത്ത രീതിയിൽ നീ പറന്നു പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. വിഷുവിന് നിന്നെ ഒന്ന് കണ്ണി കാണാൻ പോലും കിട്ടത്തില്ല. പറഞ്ഞു വരുന്നത് സ്വർണത്തിനെ പറ്റിയാണ്. സ്വർണം ഒരു പിടി തരാതെ കുതിച്ചുയർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ പവന് 68,480 രൂപയാണ് റേറ്റ് എന്നുണ്ടെങ്കിൽ ഇന്ന് 202 രൂപ ഗ്രാമിന് വർദ്ധിച്ച് ഏകദേശം 69,960 നിൽക്കുകയാണ്. അതായത് ഇനി 70 തൊടാൻ കുറച്ചു മാത്രമേ ഉള്ളൂ. ഒരു 40 രൂപ വ്യത്യാസത്തിൽ മാത്രം നിൽക്കുകയാണ്. 70 തൊടും തൊടില്ല എന്നുള്ളത്. എന്തായാലും വിഷുവിന് 70 കടക്കും എന്നാണ് ഇപ്പോഴത്തെ തീരുമാനം. അല്ലെങ്കിൽ ഇപ്പോഴത്തെ ആ ഒരു നീക്കമൊക്കെ അനുസരിച്ച് പൊന്നെന്തായാലും വിഷു തൊടുമ്പോൾ 70 കഴിയും. ഏതായാലും സ്വർണപ്രേമികൾക്കൊക്കെ വലിയൊരു അങ്കലാപ്പും ആശങ്കയൊക്കെയാണ്. ഇതിനൊക്കെ കാരണം US ചൈനയുടെ ഒരു വ്യാപാര പോരാണ് ഇത്രയധികം സ്വർണ്ണ വില ഉയരാനുള്ള കാരണം. ഇന്നലെ നമുക്കറിയാം 2,680 രൂപ പവന് കൂടിയിരുന്നു സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം. ഒറ്റയടിക്ക് 2,280 രൂപ കൂടിയിരുന്നു. പക്ഷെ ഇന്ന് 202 രൂപയുടെ ചെറിയ രീതിയിലാണെങ്കിലും ഒരു വർധനവ് തന്നെ ഉണ്ടായിരുന്നു, വർദ്ധിച്ചു. അത് ഏകദേശം ഇപ്പൊ 69,960 രൂപയാണ് 22 ക്യാരറ്റ്. അതേസമയം 24 ക്യാരറ്റിലോട്ട് വരുമ്പോൾ 76,320 രൂപയിൽ എത്തി നിൽക്കുകയാണ് സ്വർണം. നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ട് US പകരച്ചുങ്കം ഏർപ്പെടുത്തിയത്, അതായത് US ഉള്ള വ്യാപാര സാധനങ്ങൾക്ക് ഇന്ത്യ ഉൾപ്പെടെയുള്ള വിവിധ രാജ്യങ്ങൾ വളരെയധികം അവരെ പിഴിയുന്നു എന്നുള്ള ട്രംപിന്റെ തെറ്റായ കാര്യങ്ങളായിരിക്കാം അദ്ദേഹത്തിന് പകരച്ചുങ്കം ഏർപ്പെടുത്തുകയും നിരവധി രാജ്യങ്ങൾക്ക് അത് ഒരു വിഷയമാവുകയും അത് തിരികെ പ്രതികരിക്കുകയും വലിയ പ്രക്ഷോഭങ്ങളും ഒക്കെ അമേരിക്കയിൽ ഉണ്ടാവുകയൊക്കെ ചെയ്തിരിക്കുകയാണ്. അമേരിക്കയില് പ്രത്യേകിച്ച് ചൈനയുടെ കാര്യത്തിൽ ട്രംപ് യാതൊരുവിധ ആനുകൂല്യങ്ങളും നൽകില്ല. അതായത് ചൈനയുടെ കാര്യത്തിൽ ഒരു തരത്തിലും ഈ ഒരു തീരുവ കുറയ്ക്കില്ല എന്നുള്ള രീതിയിൽ തന്നെ കർക്കശമായിട്ട് തന്നെ ട്രംപ് നിൽക്കുകയാണ്. 84% ചൈന US-ന് ഏർപ്പെടുത്തിയിരുന്ന തീരുവയെങ്കിൽ ഇപ്പോൾ അത് 125% ചൈന വർദ്ധിപ്പിച്ചിരിക്കുകയായിരുന്നു. US 145% തീരുവ പകരച്ചുങ്കം ഏർപ്പെടുത്തിയിരുന്നത്. ഇപ്പോൾ ചൈന 125%. രണ്ടുപേരും ഒപ്പത്തിനൊപ്പം നിൽക്കുകയാണ്. രണ്ടുപേരും വിട്ടു കൊടുക്കില്ല എന്നുള്ള ഒരു രീതി തന്നെ നിൽക്കുമ്പോഴാണ് ഇപ്പോൾ ആഗോള തലത്തിൽ തന്നെ സ്വർണത്തിന്റെ നിരക്ക് വർദ്ധിക്കുന്നത്. നമുക്ക് തന്നെ അറിയാം, സ്വർണം എന്ന് പറയുന്ന വലിയൊരു നിക്ഷേപം തന്നെയാണ്. അത് ഈ ഗോൾഡ് ആണെങ്കിലും അല്ലാത്ത സ്വകാര്യ നമ്മുടെ വ്യക്തിഗതമായിട്ടുള്ള സ്വർണം വാങ്ങലാണെങ്കിലും ഒരു വലിയ ഒരു സാമ്പത്തിക നിക്ഷേപം തന്നെയാണ് ഗോൾഡ് എന്ന് പറയുന്നത്. വിവിധ ആവശ്യങ്ങൾക്കായിട്ട് എപ്പോഴും ഉപകരിക്കുകയും അല്ലെങ്കിൽ ഉപയോഗിക്കുകയും ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള ഒരു നിക്ഷേപമാണ് ഗോൾഡ്. പ്രത്യേകിച്ച് ഇന്ത്യൻ ജനവിഭാഗങ്ങൾ അത്രയധികം സ്വർണ്ണ പ്രേമികളുള്ളത് ഇന്ത്യയിലാണ്. പ്രത്യേകിച്ച് മലയാളികളും തമിഴ്നാട്ടിലും അതേപോലെ തന്നെ കർണാടകയിലൊക്കെ ഒരുപാട് സ്വർണത്തിനെ ഭ്രമിപ്പിക്കുന്ന ചിന്താഗതിയുള്ളവർ അല്ലെങ്കിൽ സ്വർണത്തിൽ ഒരുപാട് താല്പര്യമുള്ളവരാണ്. അത് ഒരു നിക്ഷേപമായിട്ടും കരുതുന്നവരുണ്ട്. അതുപോലെ തന്നെ വിയറിങ്സ് ആയിട്ട് അവര് ധരിക്കാനും ഏറ്റവും കൂടുതൽ സ്വർണത്തെയാണ് തെരഞ്ഞെടുക്കുന്നത്. നമുക്ക് തന്നെ അറിയാം, കല്യാണ ആവശ്യങ്ങൾക്കും മറ്റും എല്ലാത്തിലും ഒരു വധുവായിട്ട് ഒരുങ്ങി നിൽക്കുമ്പോൾ കൂടുതൽ സ്വർണം വേണം എന്നുള്ള രീതി ആ ഒരു പഴയ കാലത്തിൽ നിന്ന് ഇപ്പോഴും പിന്നോട്ടൊന്നും അല്ല. ഇപ്പോഴും ഇപ്പം കേരളത്തിലൊക്കെ കുറച്ചൊക്കെ പുരോഗമന ചിന്തയൊക്കെ വന്നതുകൊണ്ട് കുറെയൊക്കെ ഗോൾഡ് കുറഞ്ഞെങ്കിൽ അവരൊരു നിക്ഷേപം അല്ലെങ്കിൽ പെൺകുട്ടിക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു സാമ്പത്തികം എന്നുള്ള രീതി ഗോൾഡ് തന്നെയാണ് ചൂസ് ചെയ്യുന്നത്. ഇപ്പം കഴിഞ്ഞ ഒരു 2000 കാലഘട്ടത്തിൽ 25,000 30,000 രൂപയിലൊക്കെ നിന്നതാണ് പെട്ടെന്ന് കുതിച്ചു കയറിയത്. പ്രത്യേകിച്ച് 2-3 മാസമായിട്ട് വില കുതിച്ചു കയറുവാണ്. അപ്പൊ അന്നൊക്കെ വാങ്ങിയവർക്ക് ശരിക്കും അത് ഈ ഗോൾഡ് എന്ന് പറയുന്ന വലിയൊരു നിക്ഷേപമായിട്ടാണ് കാണുന്നത്, വലിയൊരു ലാഭമായിട്ടാണ് കാണുന്നത്, വലിയൊരു ബിസിനസ് തന്നെയാണ് ഇത്. റിയൽ എസ്റ്റേറ്റ് മറ്റുള്ള ബിസിനസ്സുകളെ പോലെ ഒരു വസ്തുവിൽ നമ്മൾ നിക്ഷേപിക്കുന്ന എമൗണ്ട് കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ ആ വസ്തു വിൽക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഇരട്ടിയായിട്ടും അത് ലാഭസഹിതം നമുക്ക് എപ്പോഴും ഒരു വസ്തു വിൽക്കുമ്പോൾ റിയൽ എസ്റ്റേറ്റിൽ നേടാറുണ്ട്. അതുപോലെ തന്നെയാണ് സ്വർണ്ണ നിക്ഷേപത്തിലും. ഒരു പക്ഷേ വസ്തുവിനേക്കാളും സ്വർണത്തിൽ നിക്ഷേപിച്ചവർക്ക് ഇപ്പോൾ ഇരട്ടി ലാഭമാണ് അത്തരത്തിൽ കിട്ടിയിരിക്കുന്നത്.
എന്നാൽ സ്വർണ്ണ വ്യാപാരികൾക്ക് ഇതൊരു കടുത്ത പ്രതിസന്ധി തന്നെയാണ്. നമുക്ക് തന്നെ അറിയാം, നേരത്തെ മുൻകൂട്ടിയൊക്കെ സ്വർണം ബുക്ക് ചെയ്ത വ്യാപാരികൾ കാണാം, അവർക്ക് ഇതൊരു കനത്ത തിരിച്ചടിയായിരിക്കും. പെട്ടെന്നുള്ള ഒരു വില വർധനവ് കനത്ത തിരിച്ചടിയാണ്. ഇനിയിപ്പോൾ വിഷു വരുന്നുണ്ട്. ഈ വിഷു വരുമ്പോഴത്തേന് ഏറ്റവും കൂടുതൽ ആൾക്കാർ കണി കാണാൻ തന്നെ എടുക്കുന്നത് സ്വർണം തന്നെയാണ്. അപ്പം ഇനിയിപ്പോ കണി കാണണമെങ്കിൽ സ്വർണത്തിനെ തേടി പോവുക എന്ന് പറയുന്നത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. പുതു സ്വർണം വാങ്ങുകയും സമ്മാനങ്ങളായിട്ട് നൽകുകയൊക്കെ ചെയ്യുന്ന സ്വർണത്തിന് പ്രത്യേക ഒരു കാലം, അല്ലെങ്കിൽ സ്വർണ്ണ വ്യാപാരത്തിൽ ഏറ്റവും വലിയ പീക്ക് സ്റ്റേജിൽ നിൽക്കുന്ന ഒരു സമയം അല്ലെങ്കിൽ ഒരു ദിവസം എന്ന് പറയുന്നത് വിഷു ദിവസങ്ങളൊക്കെ തന്നെയാണ് ഏറ്റവും കൂടുതൽ വ്യാപാരമൊക്കെ നടക്കുന്നത്. അപ്പൊ അത് എത്തരത്തിൽ ഇപ്പോൾ കേരളത്തിൽ അത് ബാധിക്കുമെന്ന് ചോദിച്ചാൽ അറിയില്ല. കാരണം ഇത്തരത്തിൽ സ്വർണത്തിന് വില കൂടി നിൽക്കുന്ന ഈ ഒരു സന്ദർഭത്തില് കേരളത്തില് അല്ലെങ്കിൽ മലയാളികൾ എത്രത്തോളം ഇനിയിപ്പം ഈ സ്വർണം വാങ്ങും അല്ലെങ്കിൽ ഈ ഒരു വ്യാപാരം നടത്തും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. കാരണം ട്രംപ് ഏർപ്പെടുത്തിയിരിക്കുന്ന ഈ ഒരു പകരച്ചുങ്കം കാരണം ഈ ഒരു സ്വർണത്തിനുണ്ടാവുന്ന ഒരു വിലക്കയറ്റം അത് സാധാരണ ജനങ്ങൾക്ക് അല്ലെങ്കിൽ വാങ്ങുന്നതിന് കുറച്ച് ബുദ്ധിമുട്ട് തന്നെയായിരിക്കും. അപ്പൊ വിഷുവില് എത്രമാത്രം ഈ ഒരു വ്യാപാര മേഖല സ്വർണ്ണ വ്യാപാരികൾക്ക് എത്രമാത്രം ലാഭകരമായിരിക്കും എന്നുള്ളത് വരും ദിവസങ്ങളിൽ കണ്ടറിയാം. ഏതായാലും പൊതുവെ പറയുമ്പോൾ ഇപ്പം വിഷു തിങ്കളാഴ്ചയാണ്. ഇപ്പോഴുള്ള ഒരു സ്ഥിതിവിവര കണക്കുകൾ അനുസരിച്ച് വ്യാപാരം വളരെ മോശമാണ്. കാരണം പലരുടെയും കയ്യിൽ ഇത്രത്തോളം ഒരു പവൻ അല്ലെ 2 പവൻ വാങ്ങിക്കുമ്പോൾ 2 പവനാകുമ്പോൾ 1,50,000 രൂപയുടെ പണിക്കൂലിയൊക്കെ സഹിതം നോർമൽ ഒരു പവൻ വാങ്ങിക്കുവാണെങ്കിൽ കുറഞ്ഞത് ഒരു 75,000 രൂപ വേണം. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. 1,00,000 1,50,000 ഒക്കെ കഴിഞ്ഞു, 3,50,000 ഇനി അത് 1,00,000 എത്താൻ കുറച്ച് മാസങ്ങളും കൂടെ ചിലപ്പോൾ കഴിയുമ്പോൾ ഇത്തരത്തിൽ പോയി കഴിഞ്ഞാൽ 1,00,000 എത്തും. ഒരിക്കലും സ്വർണത്തിന്റെ വില കുറയും എന്ന് പ്രതീക്ഷിക്കുന്നതല്ലാതെ അത് കൂടുന്നതല്ലാതെ വില വർധന നേരിയ തോതിലാണെങ്കിൽ വില വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. ഒരിക്കലും അത് പിന്നോട്ടില്ല. അപ്പൊ അത്തരത്തിൽ ഇപ്പോൾ വിഷുവിന് വ്യാപാര മേഖലയിൽ ഒരു എത്രമാത്രം ബാധിക്കുമെന്നുള്ളത് കണ്ടറിയാം. ജനങ്ങൾ സ്വർണത്തിലേക്ക് കൂടുതൽ നിക്ഷേപിക്കാനും സാധ്യതയുണ്ട്. ഈ ഗോൾഡിലൊക്കെ കൂടുതൽ നിക്ഷേപിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഇത്തരത്തിൽ വില ഉയരുകയാണെങ്കിൽ ഇപ്പോഴത്തെ സ്ഥിതി അനുസരിച്ച് സ്വർണത്തിൽ നിക്ഷേപിക്കുന്നത് കരുതലോടെ നിക്ഷേപിച്ചാൽ ചിലപ്പോൾ ഇനി കൂടാൻ സാധ്യത കൂടുക തന്നെ ചെയ്യും. നേരത്തെ നിക്ഷേപിച്ച ഈ ഗോൾഡിലൊക്കെ നമുക്കറിയാം ഒരു നിക്ഷേപം എന്നുള്ള രീതിയിൽ നിക്ഷേപിച്ചവർക്ക് ഇപ്പോൾ വലിയ വൻ സാമ്പത്തിക ലാഭം തന്നെയാണ് ഇപ്പം നേടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇപ്പോൾ ഈ ഒരു ഘട്ടത്തില് സ്വർണം വിൽക്കാൻ ആഗ്രഹിക്കുന്നവർ, അതായത് അവർക്ക് എന്തെങ്കിലും ബിസിനസ് മറ്റെന്തെങ്കിലും അത്യാവശ്യ ഘടകങ്ങൾ വിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്കും വലിയൊരു പീക്ക് സ്റ്റേജ് എന്ന് തന്നെ പറയാം. സ്വർണം വ്യാപാരം നടത്തുക അല്ലെങ്കിൽ വിൽപ്പന നടത്തുന്നവർക്ക് വലിയൊരു പീക്ക് സ്റ്റേജ് തന്നെയാണ്. അവർക്ക് വലിയൊരു ലാഭം തന്നെ കിട്ടും. ഇനി ഇത് ചിലപ്പോൾ ഈ ഒരു ട്രംപിന്റെ 90 ദിവസത്തേക്കാണ് ഇപ്പോൾ ഒരു ഈ തീരുവ ചുങ്കത്തിനെതിരായിട്ട് അല്ലെങ്കിൽ തൽക്കാലത്തേക്ക് ഒന്ന് നിർത്തി വെച്ചിരിക്കുന്നത്. കാരണം യൂറോപ്യൻ രാജ്യങ്ങൾ ഉൾപ്പെടെ ട്രംപിനെതിരെ പ്രതിഷേധമായിട്ട് വരുന്നതുകൊണ്ട് തൽക്കാലത്തേക്കൊന്ന് നിർത്തിവെച്ചേക്കുന്നു എന്നുള്ളതല്ല. 90 ദിവസം കഴിഞ്ഞ് ചിലപ്പോൾ അത് തുടരാനാണ് സാധ്യത. കാരണം US ജനങ്ങളോട് തന്നെ അദ്ദേഹം പറഞ്ഞു, നമുക്കൊന്ന് പിടിച്ചു നിൽക്കാം, ഇതിൽ തന്നെ ഉറച്ചു നിൽക്കണം, നമ്മളെ ആരും ചൂഷണം ചെയ്യരുത്, അത്തരത്തിൽ നിങ്ങൾ എന്നോടൊപ്പം നിൽക്കണം എന്നൊക്കെ രീതിയിൽ ട്രംപ് പ്രസ്താവനയൊക്കെ നടത്തിയിരുന്നു. അപ്പൊ അത്തരത്തിൽ ട്രംപ് അതിൽ മുന്നോട്ട് തന്നെ പോകും എന്നാണ് അറിയുന്നത്. പക്ഷെ താൽക്കാലികമായിട്ട് ഒരു 90 ദിവസത്തേക്ക് മാറ്റി വെച്ചേക്കുവാണ്. എന്നിട്ടും ഇത്തരത്തിൽ വില ഉയർന്നു. അപ്പൊ 90 ദിവസം കഴിഞ്ഞ പകരച്ചുങ്കം അത് അതിലും ഗുരുതരമായിട്ട് രീതിയിൽ എല്ലാ രാജ്യങ്ങളെയും ബാധിക്കുമ്പോൾ തീർച്ചയായിട്ടും സ്വർണ്ണ വ്യാപാരം സ്വർണത്തിനെ അത് വലിയ തോതിൽ ബാധിക്കുവാൻ സാധ്യതയുണ്ട്. അങ്ങനെ പോയി കഴിഞ്ഞാൽ ഇതിലും കൂടുതലായിരിക്കും സ്വർണത്തിന്റെ തുക. അപ്പോൾ ഇനിയിപ്പോ ഭ്രമം ഉള്ളവർ അല്ലെങ്കിൽ സ്വർണത്തെ സ്നേഹിക്കുന്ന പ്രേമികൾ എന്ന് തന്നെ പറയാം, ഇനി ഈ 24 ക്യാരറ്റ് എന്നുള്ള 22ലേക്ക് 18 ക്യാരറ്റിലേക്ക് തിരിയാൻ, ലൈറ്റ് വെയിറ്റ് ഗോൾഡ് പോലുള്ള സംഗതിയിലേക്ക് തിരിയാൻ സാധ്യതയുണ്ടോ, ഡയമണ്ട് പോലുള്ളതിലേക്ക് തിരിയാൻ സാധ്യതയോ ഉണ്ടോ എന്നുള്ളത് അറിയാം. അതുപോലെ തന്നെ വെള്ളിയുടെ നിരക്കും ഒപ്പത്തിനൊപ്പം കൂടുന്നുണ്ട്. ഇനി വെള്ളിയിലേക്കും തിരിഞ്ഞുകൂടാ എന്നുള്ളതില്ല. കാരണം നമുക്കറിയാം ഇപ്പോൾ ഒരു യുവതലമുറ അധികം ഭ്രമമൊന്നും സ്വർണത്തിനോട് കാണിക്കുന്നില്ലെങ്കിൽ ഒരു നിക്ഷേപമായിട്ട് മാത്രം അവരതിനെ കാണുന്നുള്ളൂ. അല്ലാതെ ഇത്തരത്തിൽ സ്വർണം അണിഞ്ഞ് പഴയതുപോലെ നടക്കാനൊന്നും ഇപ്പോഴത്തെ യുവതലമുറ തയ്യാറല്ല. പക്ഷെ ഈ ഗോൾഡ് അല്ലെങ്കിൽ നിക്ഷേപം, സാമ്പത്തിക നിക്ഷേപം എന്നുള്ള രീതിയിൽ എല്ലാവരും സ്വർണത്തെ അത് ഗൗരവമായി തന്നെ കാണുന്നുണ്ട്, അതിലേക്ക് തന്നെ ആകൃഷ്ടരാകുന്നുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഇതൊരു നല്ല കാലം തന്നെയാണ്.